ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. കർമ്മങ്ങൾ അതിൻ്റെ ഉദ്ദേശമനുസരിച്ചാണ്, കർമ്മങ്ങൾ അതിൻ്റെ അന്ത്യത്തെ പരിഗണിച്ചാണ്. രണ്ട് ചെറിയ വാചകങ്ങളിൽ വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങളാണ് പ്രവാചകൻ നമ്മെ ഉത്ബോധിപ്പിച്ചത്. ഒരു ചെറിയ രണ്ട് സന്ദർഭങ്ങൾ മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഉഹുദ് യുദ്ധത്തിൻ്റെ വേളയിലെ ഉസൈരിം എന്ന് പറയുന്ന ഒരു സഹാബി, ഒരു വ്യക്തി പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, സഅദ് ബിൻ മുആദ് എവിടെയാണ്? പ്രവാചകൻ മറുപടി പറഞ്ഞു, സഅദ് ബിൻ മുആദ് ഉഹുദിന്റെ രണാങ്കണത്തിലാണ്. സഅദ് ബിൻ മുആദിന്റെ സഹോദരങ്ങളും മക്കളും എവിടെയാണ്? അവരും ഉഹുദിന്റെ രണാങ്കണത്തിലാണ്. അദ്ദേഹത്തിന്റെ നാട്ടുകാരെവിടെയാണ്? അവരും ഉഹുദിന്റെ രണാങ്കണത്തിലാണ്. ആ സമയത്ത് പ്രവാചകൻ ഇദ്ദേഹത്തിന്, ഈ ഉസൈരിം എന്ന് പറയുന്ന വ്യക്തിക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും മുസ്ലിം ആകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ യുദ്ധ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് കുതിരയിൽ കയറി യുദ്ധക്കളത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ധീരമായി പോരാടി അദ്ദേഹം മുറിവേറ്റ് കിടക്കുകയാണ്. ആ സമയത്ത് തങ്ങളുടെ നാട്ടുകാരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ സംഘം വരുന്നു. ആ സംഘം തിരയുമ്പോൾ ഉസൈരിമിനെ കാണുന്നു. താങ്കൾ എന്താണ് ഇവിടെ? കാരണം വിശ്വാസിയായിരുന്നില്ല അല്പം മുമ്പ് വരെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വന്തം നാട്ടുകാരോടുള്ള, ഗോത്രക്കാരോടുള്ള സ്നേഹം കൊണ്ടാണോ യുദ്ധത്തിൽ വന്നത്, അതെല്ലാം ഇസ്ലാമായിട്ടാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രവാചകനിൽ വിശ്വസിച്ചിരിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. എൻ്റെ ജീവൻ ഇപ്പോൾ വെടിഞ്ഞാൽ എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകന് കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് അത് യഥേഷ്ടം ചിലവഴിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ അദ്ദേഹം ആ യുദ്ധക്കളത്തിൽ വെച്ച് മരണപ്പെടുകയാണ്, രക്തസാക്ഷിയാവുകയാണ്. ഈ വിവരം അവർ പ്രവാചകനെ അറിയിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, അദ്ദേഹം കുറച്ച് കാലം കൊണ്ട് കൂടുതൽ പുണ്യം നേടിയ വ്യക്തിയാണ്. അത് മാത്രമല്ല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, ഈ സന്ദർഭം പറയുമ്പോഴൊക്കെ പറയാറുണ്ട്, ഒരു വക്ത് പോലും നമസ്കരിക്കാതെ അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കിയ ഒരാൾ ഉസൈരിമാണ്. ഒരു വക്ത് പോലും നമസ്കരിക്കാതെ സ്വർഗം കരസ്ഥമാക്കിയ ആൾ. കാരണം അദ്ദേഹം വിശ്വാസിയാകുന്ന ആ ഉഹുദിൻ്റെ ആ ഒരു യുദ്ധവേളയിൽ നമസ്കാരത്തിൻ്റെ സമയമല്ല. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു, നേരെ യുദ്ധകളത്തിൽ പോകുന്നു, രക്തസാക്ഷിയാവുന്നു. അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്നാണ് പ്രവാചകൻ പ്രതിവചിച്ചത്. അതാണ് കർമ്മങ്ങൾ അതിൻ്റെ അന്ത്യത്തെ പരിഗണിച്ചുകൊണ്ടാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആയുസ്സിനെ എടുത്ത് നോക്കിയാൽ അവസാനത്തെ തറാവീഹ് ആകാം, അല്ലെങ്കിൽ അവസാനത്തെ റമളാനാകാം, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെയും അവസാനമാകാം. റമളാനിൻ്റെ തന്നെയും അവസാനത്തെ 10ആണ്. ഇതിനെ പരിഗണിക്കുന്ന രീതിയെ അനുസരിച്ചാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അതുകൊണ്ട് അവസാനത്തെ 10 ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൻ്റെ അവസാനമാണ് എന്ന ഒരു രീതിയിൽ അതിനെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, കർമ്മങ്ങളെല്ലാം ഉദ്ദേശമനുസരിച്ചാണ്. ഇതേ ഉഹുദിൻ്റെ രണാങ്കണത്തിൽ തന്നെ ഗുസ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം മുസ്ലിം സൈന്യത്തിൻ്റെ കൂടെ ധീരമായി പോരാടിയ ഒരു വ്യക്തിയാണ്. ഉഹുദിൻ്റെ യുദ്ധത്തിലേക്ക് അദ്ദേഹം പോകാൻ ഒന്ന് മടിച്ചു നിൽക്കുന്ന സന്ദർഭം. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായ കുറച്ച് സ്ത്രീകൾ അദ്ദേഹത്തെ കളിയാക്കി, യുദ്ധത്തിനൊന്നും പോകാതെ നിൽക്കുകയാണല്ലോ, ആണൊരുത്തനായി. അപ്പോൾ അങ്ങനെ കളിയാക്കിയപ്പോൾ അദ്ദേഹത്തിനൊരു വീറും വാശിയും വരികയും അദ്ദേഹം ഉടൻ തന്നെ യുദ്ധക്കളത്തിലേക്ക് പോവുകയും
ഏറ്റവും ആദ്യം എയ്ത അമ്പ് തന്നെയും ഇദ്ദേഹത്തിൻ്റെ ഈ ഗുസ്മാൻ എന്ന് പറയുന്ന വ്യക്തിയുടേതാണെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു അമ്പ് ഒരു കുന്തമെറിയുന്ന അത്രയും ശക്തിയിലാണ് പോയി പതിച്ചിരുന്നത്. അദ്ദേഹം 7 or 5 ആളുകളെ ഇസ്ലാമിന് യുദ്ധത്തിൽ വധിച്ചു. അദ്ദേഹം വധിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ധീരമായ പ്രവൃത്തി കണ്ട് ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രക്തസാക്ഷിയാകും, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഈ സമയത്ത് അദ്ദേഹം പ്രതിവചിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ തറവാടിനോടുള്ള അതിൻ്റെ ആളുകളോടുള്ള ഒരു മത്സരത്തിൻ്റെ, എന്നെ കളിയാക്കിയിരുന്നല്ലോ, അതിൻ്റെ ഒരു ഭാഗമായി കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു കർമ്മത്തിൽ ഏർപ്പെട്ടത് എന്നൊരു വർത്തമാനം പറയുന്നുണ്ട്. അങ്ങനെ അയാൾ മരണപ്പെട്ടു. പ്രവാചകന്റെ അടുത്തെത്തിയപ്പോൾ പ്രവാചകനോട് ഈ സന്ദർഭം വിശദീകരിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് അദ്ദേഹം നരകാവകാശിയാണ്. എന്നിട്ട് പ്രവാചകൻ ഇങ്ങനെ കൂടി കൂട്ടിച്ചേർത്തു, അധർമ്മികളായ ആളുകളെ കൊണ്ട് അള്ളാഹു ഇസ്ലാമിന് ഇസ്സത്ത് കൊടുക്കും എന്നുകൂടി പ്രവാചകൻ പറഞ്ഞു. ഇതിലൊരു വലിയ പാഠം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, സൽക്കർമ്മങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും എന്ന് വേണ്ട ആരാധനാ കർമ്മങ്ങളും അല്ലാതെയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, ഈ കർമ്മങ്ങളുടെ നിയ്യത്ത് എന്താണ്, അതിൻ്റെ ഉദ്ദേശ ശുദ്ധി എത്രത്തോളം ഉണ്ട്, ഇത് വളരെ പരിഗണനീയമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ. അല്ല എങ്കിൽ പ്രവാചകൻ തന്നെ പറഞ്ഞതുപോലെ അധർമ്മികളായ ആളുകളെ കൊണ്ടും ഇസ്ലാമിന് റബ്ബ് ശക്തി കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആയിപ്പോകുമോ? ആ അധർമ്മികളായ ആളായി മാറുമോ? ഞാൻ നമസ്കരിക്കുന്നുണ്ട്, സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട് ദീനിന് എന്ന പേരിൽ, അതൊക്കെ ഒരു അധർമ്മിയായ ഒരാളായിട്ട് ചെയ്യുന്ന പണിയായിട്ടായിരിക്കുമോ പരിഗണിക്കുക എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. എങ്കിലും മാത്രമാണ് കർമ്മങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ സമീപിക്കുവാൻ, ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും നല്ല സ്വാലിഹായ കർമ്മങ്ങളാക്കി, അതിൻ്റെ ഉദ്ദേശങ്ങൾ ഏറ്റവും നല്ല ഉദ്ദേശങ്ങളാക്കി റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാം അവസാനം, ജീവിതത്തിൻ്റെ അവസാനം, കർമ്മങ്ങളുടെ അവസാനം എല്ലാം തന്നെ നമുക്ക് ഹൈറായ രീതിയിലേക്ക് റബ്ബ് നമുക്കത് പരിവർത്തിപ്പിച്ചു തരുമാറാവട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.